മനുഷ്യനെ അക്ഷരാർത്ഥത്തിൽ തന്നെ അമാനുഷികനാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയുടെ പരീക്ഷണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 2 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അന്ന് അത് വിശ്വസിക്കാൻ പലരും കൂട്ടാക്കിയിരുന്നില്ല. കാരണം അതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് അത് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്ത ഫലങ്ങളാണ് ലഭ്യമാവുക. മനുഷ്യൻ ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നാളെ മനുഷ്യർ തന്നെ ഈ ഗാഡ്ജറ്റുകളായി മാറുകയാണെങ്കിലോ? അതായത് ഒരു മൊബൈലും ഇല്ലാതെ തന്നെ മൊബൈലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് അല്ലെങ്കിൽ തലച്ചോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചിപ്പ് ഉപയോഗിച്ചിട്ട് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയാണെങ്കിലോ? മനുഷ്യൻ അമാനുഷികനായി മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ ഗാഡ്ജറ്റുകളിലൊക്കെ തന്നെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്താലാണ് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ആ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായി മാറുകയാണ്. ChatGPTയിലൂടെ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഗവേഷകൻ നമ്മുടെ സുഹൃത്തായിട്ട് മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അത്തരത്തിലുള്ളൊരു അവസ്ഥ തന്നെയാണ് ChatGPT നമ്മുടെ ഫോണിലെ ഒരു ആപ്ലിക്കേഷനായിട്ട് മാറുകയാണെങ്കിൽ. എന്നാൽ അതേ ആപ്ലിക്കേഷൻ നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗമാവുകയാണെങ്കിലോ? ഒരു ശാസ്ത്രജ്ഞൻ്റെ ഏകദേശം അതേ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാൻ കൂടി സാധ്യമാവുകയില്ലേ? അതെല്ലാം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് പ്രശസ്തനായിട്ടുള്ള ഇലോൺ മസ്ക് തന്നെയാണ്. അദ്ദേഹം 2016 ജൂലൈ മാസത്തിൽ സ്ഥാപിച്ച ന്യൂറാലിങ്ക് എന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പരീക്ഷണ ഫലങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ വലിയൊരു ഫലം തന്നെ ലഭ്യമായിരിക്കുകയാണ്. അത് മനുഷ്യരിൽ യാഥാർത്ഥ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ആദ്യഘട്ടങ്ങൾ കുരങ്ങന്മാരിൽ ഈ പരീക്ഷണം നടത്തുകയും അത് വിജയകരമായി തന്നെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുരങ്ങന്മാർ കീബോർഡിൻ്റെയോ അല്ലെങ്കിൽ ടച്ച് സ്ക്രീനിൻ്റെയോ സഹായമൊന്നുമില്ലാതെ തന്നെ അവരുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് തന്നെ ഗെയിം കളിക്കുന്ന വീഡിയോകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വൈറലായി മാറിയിട്ടുണ്ട്. അവർ ആ ഗെയിമിനെ നിയന്ത്രിക്കുന്നത് അവരുടെ തലച്ചോറ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അവർ ചിന്തിക്കുന്ന രീതിയിൽ അതിൻ്റെ കഴ്സർ അല്ലെങ്കിൽ ആ ഗെയിമിൻ്റെ ഗതി പുരോഗമിക്കുന്നതാണ്. അത് മനുഷ്യരിലും യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ സൂചന എന്ന വണ്ണം മനുഷ്യരിൽ ഇത് വിജയകരമായിട്ട് തന്നെ നടപ്പിലാക്കി എന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 4 മൈക്രോമീറ്റർ മുതൽ 6 മൈക്രോമീറ്റർ വരെ വലിപ്പമുള്ള ഒരു ചെറിയ ചിപ്പാണ് ഇതിൻ്റെ കീ എന്ന് പറയുന്നത്. അത് നമ്മുടെ തലച്ചോറിൽ ഒരു ചെറിയ സർജറിയുടെ സഹായത്താൽ അടക്കം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷമാണ് നമ്മൾ അമാനുഷികനായിട്ട് മാറാൻ പോകുന്നത്. ആദ്യഘട്ടത്തിൽ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ ചിപ്പ് നമ്മൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ആ അസുഖങ്ങളെ കണ്ടെത്താൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഇത് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുക. പക്ഷേ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യൻ്റെ പരിണാമത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ഇത് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി മനുഷ്യരിൽ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നതാണ്. ആസ്ട്രോ ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കെല്ലാം അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആസ്ട്രോണമിയിൽ ഒരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ID-യിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പരിശോധിക്കുക. വൈറസ് ബാധയും ബാക്ടീരിയ ബാധയും ഒക്കെ മനുഷ്യരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. കൊറോണ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നിപ്പ പോലെ തന്നെ അത്രയധികം സീരിയസ് ആയിട്ട് കൊറോണ മാറിയില്ല. എന്നാൽ കൊറോണ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നതാണ്. നിപ്പയേക്കാൾ കൂടുതൽ ആളുകളിലേക്ക് വ്യാപിച്ചാൽ പോലും നിപ്പ പോലെ അത്രയധികം മരണ റേറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ അത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു വൈറസ് ഉണ്ടെങ്കിലോ കൂടുതൽ ആളുകളിലേക്ക് അതിവേഗതയിൽ ആ വൈറസ് വ്യാപിക്കുകയും അവരൊക്കെ തന്നെയും അല്ലെങ്കിൽ അതിലൊരു 90% ആളുകളും മരണമടയുകയും ചെയ്താലോ? അത് മനുഷ്യരാശിയുടെ ഒരു ഒടുക്കത്തിന് തന്നെ കാരണമായി മാറുന്നതാണ്. പക്ഷേ ന്യൂറാലിങ്കിൻ്റെ ഈ ഒരു സാങ്കേതിക വിദ്യയിലൂടെ അത്തരത്തിലുള്ളൊരു വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഏകദേശം ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത്തരത്തിലുള്ളൊരു വൈറസ് കയറിയെന്നും അതിൻ്റെ കെമിക്കൽ കമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഘടന എന്താണെന്നും അതിന് പ്രതിവിധിയായിട്ട് എങ്ങനെ നമുക്കൊരു വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നുമൊക്കെ ഈ ഒരു ചിപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇതൊക്കെ യാഥാർത്ഥ്യമാകാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ വൈറസ് ബാധയും ബാക്ടീരിയ ബാധയും മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ പുതുതായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ
ആ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വെളിയിലേക്ക് വരാനായിട്ട് മാസങ്ങളോ വർഷങ്ങളോ എടുക്കുമായിരിക്കും. അപ്പോൾ മാത്രമായിരിക്കും ആ അസുഖം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് അതിൻ്റെ ചികിത്സ നടപ്പിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അത് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങനെയൊരു ചിപ്പ് ഉണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങളെ സിംറ്റംസ് വരുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കാനും ചികിത്സകൾ നടപ്പിലാക്കാനും സാധ്യമാകുന്നതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയം, ഈ ചിപ്പ് നമ്മുടെ തലച്ചോറിലല്ലേ സ്ഥാപിക്കേണ്ടത്? തലച്ചോറിലൊരു സർജറി ചെയ്യുക എന്ന് പറയുന്നത് അതൊരു മേജർ സർജറി തന്നെയല്ലേ? ഒരു മേജർ ഇൻസേർഷൻ നടത്തിയിട്ട് മാത്രമല്ലേ നമുക്കിത് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ? അത് ഒരുപക്ഷെ ആ മനുഷ്യൻ്റെ മരണത്തിന് പോലും കാരണമായി മാറുകയില്ലേ? അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയില്ല. കാരണം ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സർജറി ഒന്നുമല്ല. അത്തരത്തിലുള്ളൊരു ഇൻസേർഷനും ഇവിടെ നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സെറിബ്രൽ കോർട്ടെക്സ്, ആ സെറിബ്രൽ കോർട്ടെക്സിൻ്റെ മുകളിൽ ഒരു ആവരണമായിട്ട് മാത്രമാണ് ഈ ഇംപ്ലാന്റ് സ്ഥാപിക്കുക. ഒരു വെയിനിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആർട്ടറിയുടെയോ അരികിലൂടെ കടന്നു പോകുന്ന ഒരു ഇംപ്ലാന്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും ഭയപ്പെടേണ്ട ഒരു സർജറിയേ അല്ല, ഇത് ഒരു ഇംപ്ലാന്റേഷൻ മാത്രമാണെന്നാണ് ന്യൂറാലിങ്കിൻ്റെ അധികൃതരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗങ്ങൾക്ക് അപ്പുറമായിട്ട് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മുൻപിൽ പോലും വഴിമാറി നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തന്നെ കാരണക്കാരായി മാറുന്ന ഗാഡ്ജറ്റുകൾ, ആ ഗാഡ്ജറ്റുകളെ നമ്മുടെ ശരീരം തന്നെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് തന്നെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഭാവിയിൽ നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ പോലും നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ രോഗങ്ങൾ നിർണ്ണയിക്കാൻ പോലും സാധിക്കുന്നതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് നടപ്പിലാക്കാൻ പോലും സാധിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആയുസ് വർദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു 80 വയസ്സ് വരെയൊക്കെ സുഖകരമായിട്ട് പല ആളുകളും ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അത്തരത്തിലുള്ള നിരവധി ആളുകളെ കാണാൻ സാധിക്കും. പക്ഷേ ഇത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ 80 വയസ്സൊന്നും ഒരു പ്രായമേ അല്ലാതായി മാറുകയാണ്. നരകിച്ചുള്ള ഒരു ജീവിതമല്ല. എല്ലാവരും ചിന്തിക്കുക 80 വയസ്സ് വരെയൊക്കെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഒരു 60-70 കഴിയുമ്പോൾ തന്നെ പല രോഗങ്ങൾ കാരണം നമ്മൾ കിടപ്പിലാകുന്നതാണ്. അങ്ങനെയുള്ള ഒരു നരകിച്ചിട്ടുള്ള ജീവിതം അത് നമുക്ക് ഒട്ടും തന്നെ താല്പര്യമുള്ളതല്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു നരക ജീവിതമല്ല നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുള്ള ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. അതിന് ന്യൂറാലിങ്ക് കാരണമായി മാറുക മാത്രമാണ് ചെയ്യുന്നത്. പോലീസിംഗ് സംവിധാനത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രതിയെ പിടികൂടുന്നത്? എല്ലാ മനുഷ്യരുടെയും കയ്യിൽ മൊബൈൽ ഫോണുകളുണ്ട്. അപ്പോൾ മൊബൈൽ ഫോണുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതിലൂടെയാണ് പല കേസുകളും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേസുകൾ തെളിയിക്കാനും പ്രതിയെ പിടിക്കാനും ഒക്കെ വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ സുകുമാരക്കുറുപ്പിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ മൊബൈൽ ഫോണുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടപ്പിലാക്കാൻ തന്നെ സാധിക്കുന്നതല്ല. പക്ഷേ മൊബൈൽ ഫോൺ ഉള്ളൊരു കാലഘട്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സുകുമാരക്കുറുപ്പ് എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും മൊബൈൽ ഫോണുകൾ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉപയോഗിച്ചു എന്ന് വരാം. പക്ഷേ ന്യൂറാലിങ്ക് വരുമ്പോൾ മൊബൈൽ ഫോണിനും അപ്പുറമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം മൊബൈൽ ഫോൺ വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഇരുന്നാലും മതി. നമ്മളൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്നു എന്നല്ല, പ്രതികൾ ചെയ്യുമ്പോൾ, കുറ്റക്കാർ ചെയ്യുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ആ മൊബൈൽ ഫോൺ അവരുടെ ബുദ്ധി ഉപയോഗിച്ച് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ അതുപയോഗിച്ചിട്ട് നമുക്ക് മറ്റെവിടെയെങ്കിലും യാത്ര ചെയ്തു എന്ന് തെളിയിക്കാൻ സാധിക്കും. ഇപ്പോൾ നേര് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ മൊബൈൽ ഫോൺ പ്രതി കുറ്റം ചെയ്യുന്ന സമയത്ത് മറ്റൊരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചു എന്നൊരു ഡീറ്റെയിൽ തെളിവായിട്ട് പ്രതിക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഇംപ്ലാന്റ് ഉണ്ടെങ്കിൽ ആ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ള ചിപ്പിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചിപ്പിനെ ഇങ്ങനെ മറ്റൊരു വാഹനത്തിലാക്കി യാത്ര ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ആ ചിപ്പ് എല്ലായ്പ്പോഴും നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒരു സാധാരണക്കാരന് എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഒരു ചിപ്പല്ല. അതിന് തീർച്ചയായിട്ടും സാധാരണ ഡോക്ടേഴ്സിൻ്റെ അല്ല, ഒരു MBBSകാരന് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു സർജറി ചെയ്യാൻ സാധിക്കുന്നതല്ല. അങ്ങനെ സർജറി ചെയ്യുന്ന ഡോക്ടറിൻ്റെ സഹായത്താൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഇംപ്ലാന്റ് എടുത്ത് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പ്രതികൾക്ക് സാധിക്കുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളിലും ഇത് ഇംപ്ലാന്റായിട്ട് ഒരു ആധാർ കാർഡ് പോലെ സ്ഥാപിക്കുകയാണെങ്കിൽ പ്രതികളെ പിടിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ എളുപ്പം പിടിക്കുമെന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യത വലിയ രീതിയിൽ കുറയുന്നതുമാണ്. ഇനി നമുക്കതിൻ്റെ ഒരു നെഗറ്റീവ് വശത്തേക്ക് വരാം. നമ്മളുടെ ചിന്തകൾ ഒരുപക്ഷെ ഭാവിയിൽ ട്രാക്ക് ചെയ്യാൻ സാധ്യമായേക്കും. ഇപ്പോൾ നമുക്ക് എന്തും ചിന്തിക്കാൻ സാധിക്കും. കാരണം മറ്റൊരാൾക്ക് ആ ചിന്തകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നതല്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ
അത് ട്രാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു റെഗുലേറ്ററി ബോർഡ് സ്വന്തമാക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. അതുണ്ടാകുന്നത് തീർച്ചയായിട്ടും പരസ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്ന ആ സമയത്ത് തന്നെ ഈ റെഗുലേറ്ററി ബോർഡിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ബോർഡിന് ആ പരസ്യങ്ങൾ നമ്മളിലേക്ക് കൊടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇപ്പോഴും അത് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ നടപ്പിലാകുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൊബൈൽ മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഒരു പേന മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നതെല്ലാം ഇതേ പേനയുടെ പരസ്യങ്ങൾ തന്നെയായിരിക്കും. അതിൻ്റെ കാര്യം നമ്മളുടെ അന്വേഷണങ്ങൾ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഗൂഗിൾ AI സംവിധാനത്തിലൂടെ അത് മനസ്സിലാക്കിയാണ് നമുക്ക് ഇന്ന കാര്യം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളിൻ്റെ പരസ്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളായിരിക്കും കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ന്യൂറാലിങ്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളെ ട്രാക്ക് ചെയ്യാൻ സാധ്യമായേക്കും. അതിലൂടെ നമ്മൾ എങ്ങും സെർച്ച് ചെയ്യാതെ തന്നെ നമ്മുടെ ചിന്തകൾ വരുന്ന സമയത്ത് തന്നെ ആ പരസ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ്. ശരിക്കും അത് നമുക്കൊരു പ്രയോജനകരമായിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചാൽ ആണെന്ന് കൂടി പറയേണ്ടി വരും. കാരണം നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിൻ്റെ ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റുകളുടെ പരസ്യം നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഗൂഗിളിലൊന്നും പോയി സെർച്ച് ചെയ്യുകയോ എന്തെങ്കിലും ഒരു റിവ്യൂ വീഡിയോസ് കാണുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ വീഡിയോ ഒക്കെ നമ്മളെ തേടി നമ്മളിലേക്ക് തന്നെ, നമ്മുടെ ചിന്തകളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ആ തോട്ടുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പലർക്കും പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ ഒഴിവാക്കണമെങ്കിൽ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും ഒരു റെഗുലേറ്ററി ബോർഡായിരിക്കണം. അതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഏതാനും ഭാഗങ്ങളിലൊക്കെ റെഗുലേറ്ററി ബോർഡ് എന്ന് വീണ്ടും ഞാൻ പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ളൊരു ബോർഡ് തന്നെയാണ് ഇത് നിയന്ത്രിക്കേണ്ടി വരിക. അത് ഒരു രാജ്യം ആയിരിക്കുകയില്ല. പക്ഷേ ഒരു രാജ്യത്തിലുള്ള ജനങ്ങളെ നിയന്ത്രിക്കുന്ന ആ രാജ്യത്തെ റെഗുലേറ്ററി ബോർഡായിട്ടുള്ള ഗവൺമെൻറ് തന്നെ ആയിരിക്കും. എന്നാൽ മൊത്തത്തിലൊരു ഇൻ്റർനാഷണൽ കണക്ഷൻ തന്നെ വേണ്ടതാണ്. കാരണം കുറച്ചുകൂടെ കാലഘട്ടം കഴിയുമ്പോൾ രാജ്യങ്ങൾ ശരിക്കും ഒരു അതിർത്തി അല്ലെങ്കിൽ ഒരു അതിർവരമ്പായി മാറുന്നില്ല. അതിനും അപ്പുറത്തേക്ക് മനുഷ്യർ ഒരു ദിവസം തന്നെ ഒന്നിലധികം രാജ്യങ്ങളിലൊക്കെ പോയെന്നൊക്കെ വരാം. അപ്പോൾ മൊത്തത്തിൽ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവിടെയും ഹാക്കേഴ്സിനെ നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടുണ്ട്. ഹാക്കേഴ്സ് ഈ ഡേറ്റ ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അവർക്കതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്കിതുവരെ പരിചയമില്ലാത്ത പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പോംവഴി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എൻക്രിപ്ഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു മെയിൽ ഒരാൾക്ക് അയക്കുകയാണ്. ആ മെയിൽ നമ്മൾ അയക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നോക്കാൻ സാധിക്കുകയുള്ളൂ. അയാളുടെ ഫോണിൽ അല്ലെങ്കിൽ അയാളുടെ ലാപ്ടോപ്പിലൂടെയാണ് അയാൾക്കത് വായിക്കാൻ സാധിക്കുക. വേറൊരാൾക്കും അത് നോക്കാൻ സാധിക്കുന്നതല്ല. അത് യാഥാർത്ഥ്യമാകുന്നത് എൻക്രിപ്ഷനിലൂടെ തന്നെയാണ്. നമ്മൾ ശ്രമിച്ചാൽ പോലും അതിനെ ഡീക്രിപ്റ്റ് ചെയ്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മറ്റൊരാൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടർ ഒരു ഭാഗത്തു കൂടി വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ എൻകോഡ് ചെയ്ത് വച്ചിരിക്കുന്ന ആ മെസ്സേജിനെ ഡീക്രിപ്റ്റ് ചെയ്യാനായിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു വേഗത, ആ ചടുലമായ വേഗതയ്ക്ക് സാധ്യമാകുന്നതാണ്. നമ്മുടെ നോർമൽ കമ്പ്യൂട്ടറുകൾക്ക് ഇങ്ങനെ ഡീക്രിപ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരുന്നതാണ്. ഒരുപാട് വർഷങ്ങൾ നിരന്തരമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്പോഴേക്കും ഈ എൻക്രിപ്ഷൻ്റെ രീതി തന്നെ നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ വർഷങ്ങൾ കൊണ്ട് ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളെ ഡീക്രിപ്റ്റ് ചെയ്ത് മറ്റൊരാൾക്ക് വായിക്കാൻ സാധ്യമാകുന്നതാണ്. പക്ഷേ ഇതേ ക്വാണ്ടം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നതെങ്കിലോ? അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഹാക്കേഴ്സിനെയും നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഇനിയും വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇതൊക്കെ എന്ന് യാഥാർത്ഥ്യമാകാനാണ്? പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ, ഡെവലപ്ഡ് നേഷനിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിലൊക്കെ വേഗതയിൽ തന്നെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്ത് സാധ്യതയാണുള്ളത്? ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് ഇത് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ടതാണ്. അതിൻ്റെ കാരണം ഈ പരസ്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തി തന്നെയാണ്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു ആവശ്യമാണ് ഈ
ന്യൂറാലിങ്ക് എല്ലാവരുടെയും ഈ ന്യൂറാലിങ്കിൻ്റെ ഈ ചിപ്പ് എല്ലാവരുടെയും തലച്ചോറിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണമെന്നുള്ളത്. അതിനുവേണ്ടി അവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. കുറഞ്ഞ ചിലവിൽ തന്നെ ഇത് യാഥാർത്ഥ്യമാക്കാൻ പോവുകയുമാണ്. പക്ഷേ അതിന് കുറച്ച് വർഷം എടുക്കുമായിരിക്കും. എന്തായാലും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഡെവലപ്ഡ് കൺട്രികൾ ഏകദേശം ഈ ഒരു പതിറ്റാണ്ടിൻ്റെ അവസാന ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യമാകുമായിരിക്കും പൂർണ്ണമായിട്ടും തന്നെ. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യത്ത് 2030കളിലോ 2040കളിലോ ഒക്കെ ഇത് യാഥാർത്ഥ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മാർസ് മിഷൻ കൂടി ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കുക, അവിടെ ഒരു കോളനി സ്ഥാപിക്കുക എന്നുള്ളത് ഈ ഇലോൺ മസ്കിൻ്റെ തന്നെ വലിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി അയാൾ പ്രവർത്തിക്കുന്നുമുണ്ട്. അവിടെ ന്യൂറാലിങ്കിന് അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടേക്ക് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളോ സിസ്റ്റമോ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. മനുഷ്യൻ്റെ തലച്ചോറ് തന്നെ അത്തരത്തിൽ പ്രവർത്തിക്കുന്നതാണ്. മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ശരീരത്തിലുണ്ടോ എന്ന് ഈ ചിപ്പിലൂടെ ഓട്ടോമാറ്റിക്കലി മോണിറ്റർ ചെയ്യാനും അതിലെന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ പാകപ്പിഴ സംഭവിക്കുകയാണെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യാനുമൊക്കെ ഈ ചിപ്പ് ഉപയോഗിച്ചിട്ട് സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഭക്ഷണം, ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഊർജം മനുഷ്യനിൽ കുറഞ്ഞു വരുന്നുവെങ്കിൽ അത് അവിടെ സെർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിക്കുന്നുണ്ട്, ഇതിലൊരു വൈറൽ ബാധ ബാധിക്കുന്നുണ്ടെങ്കിൽ അതും അവിടെ സോൾവ് ചെയ്യാൻ ഈ ചിപ്പ് ഉപയോഗിച്ചിട്ട് സാധ്യമാകുന്നതാണ്. മനുഷ്യർ ചൊവ്വയിൽ ഒരു കോളനി സൃഷ്ടിക്കാൻ പോകുന്നത് മിക്കവാറും ഇതേ ന്യൂറാലിങ്കിൻ്റെ സഹായത്താൽ തന്നെ ആയിരിക്കും. സ്പേസ് എക്സും ന്യൂറാലിങ്കും കൂടെ ചേർന്നിട്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു കോളനി സൃഷ്ടിക്കുന്നത്. ഭൂമിയിൽ നിന്നും പൂർണ്ണമായിട്ടും ദാരിദ്ര്യം അല്ലെങ്കിൽ പട്ടിണി ഇല്ലായ്മ ചെയ്യാൻ പോലും ഈ സാങ്കേതിക വിദ്യ കൊണ്ട് സാധ്യമാകുന്നതാണ്. എല്ലാവരിലും ന്യൂറാലിങ്കിൻ്റെ ചിപ്പ് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭൂമിയിൽ ആരൊക്കെയാണ് പട്ടിണി അനുഭവിക്കുന്നത്, ആർക്കൊക്കെയാണ് ആവശ്യമായിട്ടുള്ള പോഷകം ഇപ്പോൾ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാം. അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കാൻ UN പോലുള്ള ഓർഗനൈസേഷനുകൾക്ക് സാധ്യമാകുന്നതാണ്. കാരണം അവരുടെ പക്കൽ ഡേറ്റയാണുള്ളത്. ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് പട്ടിണി അനുഭവിക്കുന്നു, അതില്ലായ്മ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇത് നേരിട്ട് സഹായിക്കാൻ മനസ്സുള്ള ആളുകളിലേക്ക് UN എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിലൂടെ വലിയ ഫണ്ട് തന്നെ അവർക്ക് സ്വരൂപിക്കാൻ സാധിക്കുകയും അത് ഇത്തരത്തിൽ പട്ടിണി അനുഭവിക്കുന്ന ആളുകളിലേക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ എത്തിക്കാനും സാധിക്കുന്നതാണ്. വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. മനുഷ്യൻ്റെ പരിണാമത്തിൻ്റെ അടുത്ത ഘട്ടം ഏതാണ് എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിൽ, അതിനറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ന്യൂറാലിങ്ക് ആകാനുള്ള സാധ്യതയുണ്ട്. പ്രവചിക്കാൻ നമുക്ക് സാധിക്കില്ല എവല്യൂഷനെ പറ്റി. അടുത്ത ഘട്ടം എന്തായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. നിലവിൽ നമുക്ക് അത്തരത്തിലൊരു അനുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ന്യൂറാലിങ്ക് കൊണ്ട് ഒരുപാട് സാധ്യതകളുണ്ട്, അനന്തമായിട്ടുള്ള സാധ്യതകളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ അസാധ്യമായിട്ടുള്ള ന്യൂറാലിങ്ക് ഉപയോഗിച്ചിട്ട് ഭാവിയിൽ, ഇപ്പോഴല്ല ഭാവിയിൽ ഒരിക്കലും അത് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ക്രിട്ടിക്കലി താഴെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം ഈ വീഡിയോ ക്ലോസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അധികം വൈകാതെ തന്നെ കാണാം.